പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് ദിനമാണ്. ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ നല്ലതാണെന്ന കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ശനിയാഴ്ചയാണ്. അമ്മയോട് ചേർന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നേക്കരുത്. ഇന്ന് കുരിശിൻ്റെ വഴി നമ്മൾ ചെല്ലണം കേട്ടോ. അതായത് പലരും ഈ നോമ്പുകാലമൊക്കെ കഴിഞ്ഞോടുകൂടി പലരും അവർ വളരെ ഞങ്ങൾ നന്നായിട്ടൊക്കെ ആരംഭിച്ചതാണ്, നോമ്പൊക്കെ വലിയ അഭിഷേകമായി, പക്ഷേ ഈസ്റ്ററോട് കൂടി എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നമ്മൾ നോമ്പിൻ്റെ സമയം അല്ലെങ്കിലും കുരിശിൻ്റെ വഴി നമ്മൾ വെള്ളിയാഴ്ചകളിലെങ്കിലും ചൊല്ലി ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫെസസ് ലേഖനത്തിലെ 6-ാം അധ്യായം 4-ാം തിരുവചനം. അവിടെ വചനം പറയാണ്, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. എന്നിട്ട് പറയാണ്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. ഇതെന്താണ് സഹോദരങ്ങൾ? എന്നിട്ട് പറയാണ്, കുട്ടികളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്താനും പറയുന്നുണ്ട്. കോപം ഉളവാക്കാൻ പാടില്ല. അതായത് നമുക്ക് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ചില മുറിവുകളുടെയൊക്കെ ഫലമായിട്ട് നമ്മളങ്ങോട്ട് ദേഷ്യം വരുമ്പോൾ കംപ്ലീറ്റ് എല്ലാവരെയും, കുട്ടികളെ, പിന്നെ ഭാര്യനെ, അല്ലെങ്കിൽ ഭർത്താവിനെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കംപ്ലീറ്റ് ശാസന, ഭയങ്കര വക്കാണ്. എന്നാൽ നമുക്ക് നല്ല മൂടാണെങ്കിൽ എല്ലാവരോടും സ്നേഹം. അങ്ങനെയല്ല സഹോദരങ്ങളെ. അതായത് കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ സൂക്ഷ്മത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവർ തിന്മയായത് പ്രവർത്തിക്കുമ്പോൾ കർശനമായ ശാസന, അത് നമുക്ക് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും മൂഡ് ശരിയില്ലെങ്കിലൊക്കെ അത് കറക്റ്റ് സമയത്ത് ശാസന കൊടുക്കണം. അതേസമയം തന്നെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഒരു മൂഡ് സ്വിങ് അനുസരിച്ചിട്ടായിരിക്കരുത് ഒരിക്കലും നമ്മുടെ കറക്ഷൻ പോകേണ്ടത്. കറക്ഷൻ അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അതേസമയം തന്നെ അത് കറക്റ്റ് ചെയ്യുമ്പോൾ, ഒരു കൊച്ചിനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്നതുകൊണ്ടാണ് നിന്നെ അച്ഛൻ വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നതുകൊണ്ടാണ് അപ്പച്ചൻ നിന്നെ വഴക്ക് പറയുന്നത്, ഇന്നതുകൊണ്ടാണ് അമ്മച്ചി നിന്നെ വഴക്ക് പറയണതെന്ന് കൃത്യമായിട്ട് ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മൂഡ് നോക്കിയിട്ടല്ല, നമ്മുടെ വഴക്കും വക്കാണൊക്കെ നമ്മുടെ മൂഡ് നോക്കിയിട്ടല്ല എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ എന്നുള്ളത്, പാരൻറ്റിങ് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളുടെ ഈ കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണയൊക്കെ ഈ കുട്ടികൾക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പോകാനായിട്ട് നമ്മൾ മറന്നേക്കരുത് കേട്ടോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.